ഹായ് ഹലോ വെൽക്കം ടു ബിലോറ സ്പാർക്സ്. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിയോണി ഫ്ലവറാണ്. ആൻഡ് ഓൾസോ ഇത് എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. കാരണം ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആഡ് ചെയ്തായിരുന്നു, അപ്ലോഡ് ചെയ്യായിരുന്നു. ആൻഡ് അത് എത്ര പേര് കണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എനിവി ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ക്രാഫ്റ്റ് വീഡിയോ. ആൻഡ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിയോണി ഫ്ലവറാണ്. അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്യാം. സ്ക്രേപ്പ് പേപ്പർ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ പിന്നെയും പെട്ടെന്ന് കട്ട് ചെയ്ത് വരും. ഇത് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പം കട്ട് ചെയ്യാനും കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം ടിഷ്യൂ പേപ്പർ എടുക്കുന്നവർ ഇങ്ങനെ ചെയ്യുക. നടുക്കുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സിഗ്സാക്കായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ കൊടുത്തതിന് ശേഷം ഇതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആക്ച്വലി. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അയൺ വയറോ അല്ലെങ്കിൽ ഒരു ത്രെഡോ അല്ലെങ്കിൽ ഒരു നൂലോ ത്രെഡോ എന്തെങ്കിലും വെച്ച് നടുക്കൊന്ന് കെട്ടിക്കൊടുക്കുക. അയൺ വയറായിരിക്കും ബെറ്റർ. കാരണം അത് നമ്മൾ 2 ചുറ്റ് ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും. കാരണം പക്ഷേ ഈ ഒരു ത്രെഡോ ആണോ വല്ലതും ആണെങ്കിൽ നമ്മൾ 3-4 പ്രാവശ്യം ചുറ്റേണ്ടി വരും. കാരണം അതവിടെ ഇരിക്കണമല്ലോ. ഒരു ചുറ്റിൽ ഒന്നും ആവത്തില്ല. അത് അതുകൊണ്ട് 3-4 ചുറ്റേണ്ടി വരും. ഞാൻ ചെയ്ത പോലെ അത്രയും കുഞ്ഞു നൂലാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ചുറ്റാൻ വേണ്ടിയിട്ട്. ആൻഡ് ചുറ്റി കഴിഞ്ഞ് നമ്മൾ കെട്ടിയും കൂടെ കൊടുക്കണം. അത് കുറച്ച് കഷ്ടപ്പാടാണ്. അയൺ വയർ ആകുമ്പോൾ പിരിച്ച് വെച്ചാൽ മതി. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അയൺ വയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ത്രെഡ് ആയാലും എടുക്കാം. എൻ്റെ കയ്യിൽ അയൺ വയർ എൻ്റെ കയ്യിൽ അയൺ വയർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് എടുക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും. സോ അതിനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൈ കിട്ടിയ ത്രെഡ് എടുത്ത് അങ്ങോട്ട് ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് അത് വിടർത്തി കൊടുക്കണം. കാരണം നമ്മൾ അടുത്തത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. അങ്ങനെ വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സിസർ യൂസ് ചെയ്തിട്ട് അതിപ്പോൾ ഷാർപ്പ് എഡ്ജല്ലേ, അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടഡ് എഡ്ജായിട്ട് മാറ്റണം. എന്ന് പറയുമ്പം പിയോണി ഫ്ലവറിൻ്റെ നോർമൽ പെറ്റൽസ് എല്ലാം റൗണ്ടഡ് എഡ്ജുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി രസമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് റൗണ്ടഡ് എഡ്ജാക്കിയിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി രസമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡ്സിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഞാൻ കൊടുത്തത് ഒരു പിങ്കിഷ് കളറാണ്. ആൻഡ് ഐ ആം യൂസിങ് ബ്രഷ് പെൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാട്ടർ കളറോ, പക്ഷേ വാട്ടർ കളർ ഇട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടണം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷ് പെൻസാണ്, ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ്. ആൻഡ് ഐ ആം യൂസിങ് എ ലൈറ്റർ കളർ ലൈറ്റ് പിങ്ക്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നിങ്ങൾ എന്നിട്ട് ജസ്റ്റ് മുകളിലേക്കൊന്ന് വിടർത്തി കൊടുക്കണം. കാരണം എന്നാലേ അത് ഒരു ഫ്ലവർ ആകുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പരന്നിരിക്കുമ്പോൾ ഒത്തിരി ഫ്ലവറായിട്ടൊന്നും തോന്നത്തില്ല. ജസ്റ്റ് സൈഡിൽ കൂടെ കുറേ കളർ കൊടുത്തിട്ടുണ്ട്, ചുമ്മാ അത് പരന്നിരിക്കില്ല. അപ്പം ഇത് നിങ്ങൾ എന്നിട്ട് മുകളിലേക്കായി കൊടുക്കുക. അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കൂടെ കളർ അടിക്കണം. ആൻഡ് വീഡിയോയിൽ ഞാൻ പറയുന്നതും തമ്മിൽ കുറച്ച് സമയം ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ഞാൻ പറയുന്നത് കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും, പക്ഷേ വീഡിയോയിൽ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും. നോ പ്രോബ്ലം. സമാധാനത്തിൽ നോക്കി ചെയ്യുക. ആൻഡ് ഇത് നമ്മൾ ഇങ്ങനെ റൗണ്ടഡായിട്ട് കട്ട് ചെയ്യുമ്പോഴേ ഒരു രസം കാണുള്ളൂ. അതുകൊണ്ടാണ് റൗണ്ടഡായിട്ട് കട്ട് ചെയ്യുന്നത്. കാരണം എഡ്ജസ് റൗണ്ടായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ് റൗണ്ടഡായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഒത്തിരി ക്ഷമയില്ലാത്തവർക്ക് വേണമെങ്കിൽ ഷാർപ്പ് എഡ്ജാലും വയ്ക്കാം. പക്ഷേ കുറച്ചുകൂടി ഭംഗി വേണമെങ്കിൽ റൗണ്ടഡ് എഡ്ജായിരിക്കും ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മളിത് മുകളിലേക്ക് വിടർത്തി കൊടുക്കുമ്പോൾ ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ളത് അത്ര രസം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് റൗണ്ടഡ് എഡ്ജ് ആക്കി എടുക്കുന്നത്. ആൻഡ് ഇങ്ങനെ റൗണ്ടഡ് എഡ്ജ് ആക്കുന്നതിലൂടെ കുറച്ചുകൂടി ഒരു ഭംഗി കൊണ്ടുവരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് റൗണ്ടഡ് എഡ്ജ് ആക്കുന്നതിൽ കുറ്റമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ